ഇളയ നിലയിലെ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും ഒരു കിടില കലാകാരനായിട്ട് എത്തിയിരിക്കുകയാണ്. സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ ഇങ്ങനെ നിറ സാന്നിധ്യമായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസിനോട് ഒരുപാട് ഷോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. പ്രിയ സുഹൃത്തു കൂടിയാണ് മൻസൂർ ഇബ്രാഹിം. മൻസൂറെ, താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. അപ്പൊ പ്രോഗ്രാം ഒക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. പുതിയ സീസണിന് വേണ്ടിയിട്ട് പുതിയ പാട്ടുകളൊക്കെ പഠിച്ചോ? പാട്ടുകളൊന്നും കുഴപ്പമില്ല, പഠിച്ചോണ്ടിരിക്കുന്നത്. മൻസൂറിനെ കുറിച്ച് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരനാണ്. അങ്ങനെ എല്ലാ കലാകാരന്മാരും അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റൂല. അതായത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു വൈബ് മനസ്സിലാക്കി ആ ഒരു രീതിയിലോട്ട് പാട്ടുകളൊക്കെ മാറ്റി അവിടെ വേണ്ട കറക്റ്റ് സാധനം കൊടുക്കുന്ന കലാകാരന്മാരിൽ ഒരാളാണ്. താങ്ക് യു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോസിലേക്ക് കണക്ട് ആവാറുണ്ട് അല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോണ്. പുറത്തേക്കുള്ള ഷോസ് അതുകൊണ്ട് തന്നെ കൂടുതൽ കിട്ടാറുണ്ട്. പുറത്തും ഇവിടെ കേട്ട് അങ്ങനെ ചെയ്ത് പോണ്, കുഴപ്പമില്ലാണ്ടൊക്കെ പോണ്. ഏതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെയാണ് നിലവിൽ ഇപ്പൊ ഷോസ് ചെയ്തിട്ടുണ്ട്? നിലവില് ചെയ്തേക്കണത് ഇപ്പൊ MG സാറ് മുതല് മധുചേട്ടൻ, അഫ്സൽക്ക, അൻവർ സാത്ത്, പിന്നെ സ്ഥിരമായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ മിക്കവാറും വിളിക്കാറുള്ള സെലിബ്രിറ്റി ആരാണ്? അങ്ങനെ സ്ഥിരം അങ്ങനെ എല്ലായിടത്തും ഓടിയിടുന്നുള്ള പരിപാടി. ആവശ്യക്കട പരിപാടിക്ക് മനോജ് ഇന്നസ്, പിന്നെ കോട്ടയം ശീർഷോ, അങ്ങനെ ജാസ് ചേട്ടൻ, അങ്ങനെ ഒരു സ്ഥലത്ത് തീരുമില്ല. ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ആദ്യം തുടങ്ങിയ സമയത്ത് 2010 മുതല് മനോജേട്ടന്റെ ഭാഗമായിട്ടുണ്ട്. മനോജ് ഇന്നസിന്റെ കൊച്ചി നവോദയയില് ഭാഗമായിട്ടുണ്ട്. പിന്നെ എല്ലാം ഈ പറഞ്ഞവര് കണക്ട് ചെയ്ത് ഇങ്ങനെ വിളിച്ചു പോണ പരിപാടികളാണ്. ഇപ്പോഴത്തെ ടീമിലും ഉണ്ട്. ഉള്ള സമയത്ത് ഇങ്ങനെ പരിപാടി അങ്ങനെ ഇപ്പൊ ഒരു ത്രൂ ഔട്ട് അല്ലായിരിക്കും, അങ്ങനെ എപ്പോഴും ആരും പറഞ്ഞൊക്കെയുള്ള പരിപാടികളാണ്. അപ്പൊ അങ്ങനെ പോകും. ഈ ഫീൽഡിലോട്ട് എങ്ങനെ വരണേ? പ്രൊഫഷൻ ആക്കി മാറ്റിയത്? പ്രൊഫഷൻ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. കാരണം വീട്ടിൽ അങ്ങനെ വാപ്പാക്കും അവർക്കൊന്നും താല്പര്യമില്ല. ഇപ്പോഴും ഇല്ല. അതായത് അവരൊക്കെ പക്ക ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ എന്നെ ഉസ്താദാക്കാനൊക്കെ വേണ്ടി ഇരുന്നാണ്. അപ്പൊ അവിടുന്ന് ഈ പറഞ്ഞ 2005 ആ സമയത്തൊക്കെ കൊച്ചിൻ ഗോൾഡൻ ഹിറ്റ്സ് എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ട്, അറഫത്ത് എന്ന് പറയണ. പുള്ളിയുടെ അടുത്ത് കൊടുത്ത് എന്റെ കസിൻ കൊണ്ട് ആക്കാണ്, ഇതിങ്ങനെ ചെറിയ പാട്ടൊക്കെ പാടും. അപ്പൊ നീ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ വിളിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ചെറിയ പരിപാടിക്കൊക്കെ, അങ്ങനെയാണ് തുടക്കം. ഈ പോക്കറ്റ് മണിയൊക്കെ തരുന്നത്, ചെറിയ എമൗണ്ട് ഒക്കെ ആയിട്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ പരിപാടിയൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ടാണ് യുവ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൈരളി ബീച്ച് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യണത്. അജിത്ത് ലോകേഷിന്റെ മറ്റേ മിന്നലെ ഇളയുന്നലൊക്കെ ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരു കൂട്ടുകാരൻ വഴി, മനാഫ് അലി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മനാഫിനെ അറിയാലോ, പാട്ട്. അവൻ വഴിയാണ് വരണത്. ഈ അജിത്തേട്ടനെ പരിചയപ്പെട്ട ഒരു കഥയുണ്ട്. അതായത് മനാഫ് എന്റെ സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണ്. അപ്പൊ ഒരു ദിവസം അപ്പൊ ഞങ്ങൾ കല്യാണ പരിപാടിക്കൊക്കെ പോകും, ഈ യുവയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. ഒരു ദിവസം മനാഫ് വിളിച്ചിട്ട് പറഞ്ഞാ, എനിക്ക് മറ്റേ മനോജ് ഇന്നസിന്റെ ഒക്കെ CD പാടാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട് ആലുവ ഇടത്തല എന്തിനാണ്, നീ ഒന്നും എൻ്റെ ഒപ്പം വാന്നൂർ ഒരു കൂട്ട് അപ്പൊ അവിടെ വരാ. എനിക്ക് പാടാൻ എനിക്ക് എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് പറഞ്ഞേക്കുന്നത്, നീ വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലാണ്. അന്ന് അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ ആദ്യമായിട്ട് കാണുന്നത്. മനോജ് ഇന്നസ്, പ്രശാന്ത് കാഞ്ഞിര, അങ്ങനെ കുറെ നമ്മൾ ബിനു അടിമാലി, ബിജുക്കുട്ടൻ അന്ന് ചേട്ടൻ സിനിമയിലേക്കാണ്ട് വന്നു തുടങ്ങിയിട്ടില്ല ആ സമയത്താണ്. അങ്ങനെ അവിടെ ചെന്ന് ഭയങ്കര സെറ്റപ്പില് അയത്തേട്ടൻ മറ്റേ ക്യാമറ മറ്റേ മൈക്കൊക്കെ പിടിച്ച് അങ്ങനെ ആക്ഷൻ പറഞ്ഞ അങ്ങനെ ഭയങ്കര പരിപാടികൾ. ഇവനെ മേക്കപ്പ് ഇടാൻ വിളിച്ച്, മനാഫിനെ മേക്കപ്പ് ഇടാൻ. മനാഫ് എന്ന് മറ്റേ മുടിയൊക്കെ ചുരുണ്ടല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടൊരു ഷൂസ് ഒന്നും ഇട്ടില്ല. ഞാനാണെങ്കിൽ സാധാരണ സ്ലിപ്പറൊക്കെ ഇട്ട്, അവനും ഇട്ടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ ചെന്നപ്പോ മനാഫിന് മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോ നമ്മളും പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാനിങ്ങനെ മനാഫിന്റെ അടുത്ത് അതൊന്ന് ചോദിച്ചു നോക്കണ, പുള്ളി എടുത്ത് അയച്ചെന്നെ കണ്ട ഒരു ചെറിയ നമ്മളൊക്കെ പോലൊക്കെ തോന്നണം. അപ്പൊ ചോദിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞു. അത് നീ ചോദിക്കുന്നവരാണ്. ഞാൻ പയ്യെ ചെന്നിട്ട് ചോദിച്ച്, ചേട്ടാ ഞാനും പാടണം ഒരു പാട്ട് പാടാൻ. പുള്ളി ഇങ്ങനെ നോക്കിട്ട് ഏത് പാട്ട് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അറിയാതെ പാട്ട് യാലിയാണ്, യാലി ഫന പാടാ, അതൊക്കെ പാടി. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന പുള്ളി നമ്മുടെ നിപ്പണ്ടിട്ടാണ് എന്ന് പുള്ളി, നിനക്ക് മാപ്പിളപ്പാട്ട് അറിയാവൂ? മാപ്പിളപ്പാട്ട് അറിയാവൂ? അത് ഏതാ അറിയാം? അപ്പൊ അന്ന് ഹിറ്റായിട്ടൊരു മാപ്പിളപ്പാട്ടുണ്ട് അഫ്സൽക്ക പാടി, അതറിയാന്ന് പറഞ്ഞു. അന്ന് നീയും മേക്കപ്പ് ചെയ്തോളാം. മറ്റേ സഫിയ എന്ന് പറയും, മഴവില്ലിൻ അഴകുള്ളൻ സഫിയ, അത് ഭയങ്കര ഹിറ്റാണ് സമയത്ത്. മനാഫ് പാടുന്നത് ചെമ്പകമേ എന്നുള്ളൊരു പാട്ട്. അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടു. മേക്കപ്പ് ഡ്രസ്സില്ല. ഈ ഡയറക്ടർ അയച്ചേട്ടന്റെ ഷൂസും ബിജുക്കുട്ടൻ ചേട്ടൻ തന്ന ടീഷർട്ടും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കേരള പാടാൻ രാത്രി 9 മറ്റേ മേക്കപ്പ് ഒക്കെ ഇട്ട്. അതൊന്നുള്ള ഏറ്റവും വലിയ രസം. ഈ CD പുറത്തിറങ്ങിയപ്പോ ഒരു 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞു
CD പുറത്തിറങ്ങിയപ്പോ മനാഫിന്റെ പാട്ടില്ല, കൂടെ എന്റെ പാട്ടുള്ളൂ. കാരണം അപ്പോഴത്തേക്കും മറ്റേ പാട്ട് ഔട്ടായി പോയി. അത് പഴയതായി ആ ആൽബത്ത്. മാപ്പിളപ്പാട്ട് എവിടെ ഇടാല, അതെ അവനത് ഇന്നും പറഞ്ഞു ഓ നിന്നെ കൊണ്ടൊക്കെ പോയിട്ട് ഒരു കാര്യം ഉണ്ടായാലും ഒരു കാര്യം. പക്ഷെ അന്ന് മുതൽ ഇങ്ങനെ കണക്ഷനായി. അപ്പോഴാണ് യുവ എന്ന് പറഞ്ഞ ബാൻഡ് തുടങ്ങുന്നത്. അവിടെയും ഇതുപോലെ ചെന്ന് അങ്ങനെ യുവ കൈരളി വീൽ തുടങ്ങുന്നു. പിന്നെ അത് ചാനലിൽ റണ്ണായപ്പോ തുടങ്ങി പ്രോഗ്രാംസ് ഇങ്ങനെ ആളുകൾ വിളിച്ചു തുടങ്ങി, വരാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ തിരിച്ചറിയാനൊക്കെ തുടങ്ങി അല്ലേ? തിരിച്ചറിയണ കഥയൊന്നും പറയണ്ട, എന്നൊന്നും തിരിച്ചറിയില്ലാതെ ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു. നമ്മളൊക്കെ പറഞ്ഞൊരു എന്നൊക്കെ പറഞ്ഞ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും തിരിച്ചറിയില്ല, അപ്പോഴും തിരിച്ചറിയില്ല സാരം. അല്ലെങ്കിൽ വന്നാലും എല്ലാരും ഇങ്ങനെ പറഞ്ഞൊക്കെ ഒരു കണ്ടാ ഓക്കെ പറഞ്ഞൊരു അറിയാം. ഞങ്ങൾ 3 പേര് ഇപ്പൊ അന്ന് അതിലുണ്ടായിരുന്ന മനാഫ്, ഫഹദ്, ശ്യാമ്, അങ്ങനെ ഒരുമിച്ച് പോകുമ്പോ അറിയും. ഒറ്റക്കൊറ്റ പോകുമ്പോ അറിയൂല, കിട്ടൂല. പിന്നെ ചിലവര് തിരിച്ചറിഞ്ഞാലും പറയൂല്ലോ, സ്വന്തക്കാരനാണെങ്കിലും പിന്നെ പറയൂല്ലോ എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെയാണ് നമ്മള് അറിയാണ്ടാണ് ഇതിലേക്ക് വന്ന് പെട്ടെ. ഇതുകൊണ്ട് ഒരിക്കലും ഇത് ജീവിതമാർഗ്ഗമാവുന്നോ. പക്ഷെ പരിപാടികൾ വന്നു തുടങ്ങി. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ആയി എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ വീട്ടുകാർക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അല്ല വീട്ടിലപ്പോ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു? വീട്ടില് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നവോദയ എന്നൊരു ട്രൂപ്പിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. എഗ്രിമെന്റ് ആണ്, ഡെയിലി പരിപാടികൾ ഉണ്ടാവും. അപ്പൊ അവര് നോക്കിയപ്പോ ഡെയിലി പോകുന്നുണ്ട്, ക്യാഷും വന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പോണ. അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ വീട്ടിലെ കുറെ പെങ്ങളുടെ കല്യാണം കാര്യങ്ങളൊക്കെ വന്നപ്പോ അങ്ങനെ അതിനോട് പോയി. ഇപ്പൊ ഏകദേശം ഇത് വെറുതെ പാട്ടെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു തുള്ളിക്കളി പരിപാടിയല്ല, വരുമാനമുള്ള പരിപാടിയാണ് എന്നൊക്കെ മനസ്സിലായത് കൊണ്ടും. പിന്നെ ഗൾഫ് ട്രിപ്പ് 2011 ആദ്യത്തെ ട്രിപ്പ് പോണത്. അതും നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ അറഫാത്ത് കായാണ് അതിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഇപ്പൊ ദുബായി തന്നെ ഒരു 37-38 പ്രാവശ്യത്തോളം ഏകദേശം ദുബായ് മാത്രം ഗൾഫ് ഷോസ്. അപ്പൊ ഈ ഷോസ് ഒക്കെ വന്നതോടുകൂടി നമുക്ക് വീട്ടിലും സ്റ്റാൻഡായി തുടങ്ങി. കുഴപ്പമില്ല ഇതിങ്ങനെ. എന്നാലും സ്ഥിരവരുമാനം അല്ലല്ലോ, ഇതൊരു ഇടയ്ക്ക് വരും. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഒരു എപ്പോഴും നല്ലൊരു ജോലിയിൽ ഇരിക്കേണ്ട ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. വീട്ടില് വാപ്പിച്ചി ഉമ്മച്ചിയുണ്ട്, പിന്നെ എനിക്കൊരു അനിയത്തിയാണുള്ളത്, കല്യാണം കഴിഞ്ഞു. പിന്നെ വൈഫുണ്ട്, 2 മക്കള്, 2 പെൺകുട്ടികളാണ്, സുഖമായിട്ടിരിക്കുന്നത്. അങ്ങനെ പോണു. വൈഫ് സപ്പോർട്ടല്ലേ? അവര് കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടാണ്. അവർക്കൊക്കെ ഇഷ്ടമാണ്, സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പോണം. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? പുതിയ പടങ്ങള് ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് ഇറങ്ങാനുള്ളത്. അത് ഒരു പ്രദീപ് ടോം എന്നാണ് മ്യൂസിക് ഡയറക്ടറിന്റെ പേര്. അതില് 2 പാട്ട് പാടിയിട്ടുണ്ട്. നമ്മളെ നടൻ വിനീത്, മുക്ത അവരൊക്കെയാണ് അഭിനയിക്കുന്നത്. പിന്നെ കൊല്ലം സുധിച്ചേട്ടൻ അവസാനമായിട്ട് അഭിനയിച്ച സിനിമ കൂടിയാണ്. അപ്പൊ അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. അതിപ്പോ ഉടനെ വരും. പിന്നെ മൊഴിമാറ്റ ചിത്രങ്ങളില് ഇപ്പൊ ലൈഗർ എന്ന് പറഞ്ഞ വിജയ് ദേവരകൊണ്ടയുടെ പടം, അതിൽ ജോത്സന ചേച്ചിയോടൊപ്പം ഒരു ഡ്യുവറ്റ് ആഫത്ത് എന്ന് പറഞ്ഞ ആ പാട്ട്, അതിന്റെ മലയാളം പാട്ട്. പിന്നെ നമ്മുടെ വീരസിംഹ റെഡ്ഡിയിലെ സുഗുണ സുന്ദരി, അതിന്റെ മലയാളം പാട്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയത് ജാസീഫ് ചേട്ടൻ സംഗീതം ചെയ്ത ലൂയിസ് എന്ന് പറഞ്ഞ ഇന്ദ്രൻ ചേട്ടൻ നായകനായിട്ട് പാട്ടുണ്ട്. അതിൽ ജാസ് ചേട്ടൻ്റെ ഒപ്പം ഒരു പാട്ട് പാടിയായിരുന്നു. എല്ലാം ഡ്യുവറ്റുകളാണ്, സോളോ ഇതും ഇതുവരെ ആയിട്ടില്ല. എല്ലാം ആദ്യമായിട്ട് പാടിയത് ലോലൻസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് മ്യൂസിക് ചെയ്ത് അൻവർ അമൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് മ്യൂസിക് ചെയ്ത്. പ്രദീപ് ബാബു ഞാനും കൂടിയാണ് പാട്ട് പാടിയത്. അതൊരു അടിപൊളി പാട്ടായിരുന്നു. പിന്നെ ആണ് വേറെ ഇറങ്ങാത്ത കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. വേറെ 2-3 പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയാൻ ആയിട്ടില്ല, ഇങ്ങനെ നിൽക്കാണ്. എന്നാലും വരുന്ന നാളുകളൊക്കെ മൻസൂറിന്റെ നാളുകളായിട്ട് മാറട്ടെ. ഒപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങള് ഒരുമിച്ച് പ്രോഗ്രാമിന് പോകുമ്പോൾ ഞങ്ങള് പാട്ടിനൊക്കെ മാറിയിട്ട് കൂടുതൽ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സിനിമയാണ്. നല്ലൊരു അഭിനയമോഹിയാണ്, നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. എപ്പോഴും എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പാട്ട് പാടിയിടുന്നതിനൊക്കെ ഉപരിയായിട്ട് ആക്ടിങ്ങിന്റെ വീഡിയോസ് ആണ് കൂടുതൽ കാണാറുള്ളത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന പല വെബ് സീരീസിന്റെ ഭാഗമാണ് മൻസൂർ. അതെന്താണ് അഭിനയം അല്ലെങ്കിൽ സിനിമ? ഷർഫുദ്ദീൻ ഒക്കെ സുഹൃത്തുക്കളല്ലേ, പ്രേമത്തിലൂടെയൊക്കെ ഹിറ്റായിട്ടുള്ള ആ ഒരു ബാച്ചൊക്കെ ഞങ്ങള് ഒരുമിച്ച് പഠിച്ചാണ്. ഞാനും ഷർഫും +2 ഒരുമിച്ചായിരുന്നു, ഇന്റിമേറ്റ് ആണ്. പിന്നെ ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. കൃഷ്ണശങ്കർ, അവൻ വേറെ ബാച്ചായിരുന്നു. കിച്ചു, പിന്നെ തൊബാമ ഡയറക്ടർ മൂസിൻ, അവരൊക്കെ അവൻ വേറെ സ്ഥലത്തായിരുന്നു, പക്ഷെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ അന്ന് തുടങ്ങി ഈ പറഞ്ഞ ഒരു സ്കൂളിലൊക്കെ വെച്ചിട്ട് മിമിക്രിയും പാട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ
ഈ കോമഡി സീഡികളിലോട് നമുക്കൊരു അന്നൊക്കെ അത് കണ്ടുള്ള താല്പര്യം, പിന്നെ ഈ പറഞ്ഞ ഇവരൊപ്പം പരിപാടി ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ആഗ്രഹം, അങ്ങനത്തെ അഭിനയമോ ഉള്ളിലുണ്ട് എപ്പോഴും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാപ്പി വെഡ്ഡിങ് സിനിമയിലേക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഒത്തുവന്നാണ്. പക്ഷെ നമുക്ക് ന്യൂ ഇയറിന്റെ പ്രോഗ്രാം സമയം ആയതുകൊണ്ട് അതങ്ങനെ മിസ്സായി പോയതാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഫേസ്ബുക്കിൽ അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം അതിൽ ചെയ്യാറുണ്ട്, ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ഓഡീഷൻസ് ഒക്കെ സൈഡിൽ കൂടെ അത് അതിന്റെ വഴിക്കും നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വെബ് സീരീസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ എന്തായാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. കണ്ടിട്ട് എന്താണ് അഭിപ്രായം എല്ലാവരുടെയും? എല്ലാവരും നല്ല അഭിപ്രായമാണ്. എല്ലാവരും നന്നായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളാണ് എല്ലാവരും. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലൊക്കെ പാട്ടിലാണെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് എന്നുള്ളൊരു മൈൻഡിലുള്ള കൂട്ടുകാരാണ് എനിക്കുള്ളത്. എല്ലാവരും അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്, കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാസ്റ്റിംഗ് കോളൊക്കെ ഉള്ള അയച്ചിൽ പോയി നോക്ക്. ഓഡീഷന് 2 പോയിരുത്, അങ്ങനെ ഒരുപാടൊന്നും പോയില്ല. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഫ്രണ്ട്സാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർക്കൊക്കെ അറിയോ ഇങ്ങനെ അവർക്ക് അല്ല, അവരോടൊന്നും പറഞ്ഞില്ല. ഇല്ലില്ല, അവര് അവരുടെ സ്റ്റൈലിൽ കാണും, സംസാരിക്കാൻ, അല്ല വേറെ എന്താ. അങ്ങനെ അവനെ പാട്ടിടുന്ന പാട്ടിന്റെ വിശേഷങ്ങളും പരിപാടിയൊക്കെ ചോദിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അഭിനയത്തിന്റെ കാര്യമൊന്നും അറിയില്ല. ഇപ്പൊ ഇതിലൊക്കെ കണ്ടോന്ന് എനിക്ക് ഞാൻ അയച്ചു കൊടുക്കാറില്ല. പിന്നെ ഉണ്ടല്ല നമ്മുടെ അജിച്ചേട്ടൻ, നമ്മുടെ ഷോന്റെ ഡയറക്ടർ അജിച്ചേട്ടൻ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് ഒരു പോസ്റ്ററിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായി. അതായത് മൻസൂർ എന്ന് പറയുന്ന ഈ മൻസൂർ വേറെ ഏതൊരു കലാകാരനും കൂടെ ഒന്നിക്കുന്നു. അത് അതിന്റെ ഒരു എന്റെ ഒരാഴ്ച അത് ഒന്നും പറയണ്ട. അത് ഈ മനോജേട്ടൻ നമ്മുടെ ആൽബം ഇറങ്ങുമ്പോ നിങ്ങള് ട്രൂപ്പ് ഞാൻ ചെല്ലണ വർഷം സുവർണ കാലമുണ്ട് നവോദയയുടെ. കാരണം മനോജ് ഗിന്നസ്, ബിനു അടിമാലി, പ്രശാന്ത് കാഞ്ഞിരമറ്റം, കണ്ണൻ സാഗർ, അങ്ങനെ എല്ലാം പുലികളാണ്, ലെജൻഡുകൾ. നമ്മള് സീഡിലൊക്കെ കണ്ട ആൾക്ക് ഇവര് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഞാനാണ്. അപ്പൊ നമ്മളെങ്ങനെ ഇങ്ങനെ കളിയാക്കലാണ്. ഞാനേ ആ സമയത്ത് ഒരു ആൽബത്തിന്റെ പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇട്ട്, അപ്പൊ അതില് ഈ പാട്ട് എഴുതി മ്യൂസിക് ചെയ്തവനും എന്റെ പേരും അവനും ഞാനും ഒന്നിക്കുന്നു എന്നും പറഞ്ഞാണ് ടൈറ്റില്. ഇവരത് നമുക്കങ്ങനെ പോസ്റ്റ് ചെയ്ത് മൻസൂർ ഇബ്രാഹിമും രാജേഷ് കടവന്ത്രയും ഒന്നിക്കുന്നു അടുത്ത തിങ്കളാഴ്ച എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു ദിവസം രാവിലെ ഒരു 8 മണിയൊക്കെ എനിക്ക് ബലോട്ടെ വിളിക്കട്ടെ അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന്. എടാ എപ്പോഴാണ് എന്ത് അല്ല ഓപ്പറേഷൻ എപ്പോഴാണ്? ഓപ്പറേഷൻ അല്ല നീ ആരാണ്ട് ഒന്നിച്ചിട്ട് അത് വേർപെടുത്താൻ പോണെന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് പിടുത്തം കിട്ടില്ല. അല്ല നിന്റെ ഒരു സംഭവം എടുത്ത് അങ്ങനെ ഈ ട്രൂപ്പിലുള്ള എല്ലാവരും ഓരോ മണിക്കൂർ ഇടവിട്ട് വിളിച്ചിട്ട് എപ്പോഴാടാ ഒന്നിക്കല് എങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ചിട്ട് എന്താണ് പരിപാടി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അത് നമുക്ക് നശിപ്പിച്ച് അത് ഇവനൊന്നും ഇങ്ങനത്തെ പോസ്റ്റർ ഞാൻ ഇടൂല. കാരണം ഇവരപ്പം തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ അത് ഇവരെന്നെ ഉണ്ടാക്കുന്ന പരിപാടികൾ ഇവരൊന്നും പിടിച്ചിക്കാൻ പറ്റണ്ട. ഇവരൊക്കെ മിണ്ടാണ്ട് കേട്ട് ചിരിച്ചു നിൽക്കുക. അപ്പം ഈ കിട്ടുന്ന ഇടിയുടെ അളവ് കുറയുന്ന പറഞ്ഞാൽ നൈസായിട്ട് മിണ്ടാണ്ട് നിൽക്കുക. അവിടെ രസമാണ്. ഇപ്പോഴും ഉണ്ട് ഭാഗമാണ്. അവിടെ ഒരുപാട് ഇതുപോലത്തെ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ. രസകര ഒരുപാട് സംഭവങ്ങൾ ഓർത്തിരുന്ന് പറയാമല്ലോ. ഓരോ സമയങ്ങളിലും രസമാണ്. അവരൊപ്പം ഉള്ള മൊമെന്റ്സ് ഒക്കെ രസമാണ്. ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമ്മുടെ യുവ ബാൻഡിന്റെ ഫസ്റ്റ് പരിപാടിക്ക് അടൂര്, സ്ഥലം പറയണോ, അടൂര് ഒരു ക്ഷേത്രമാണ്. ആദ്യത്തെ പരിപാടിയാണ് യുവ ബാൻഡിന്റെ. എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് അങ്ങോട്ട് പോയപ്പോ പതിവല്ലാത്ത വെറുതെ ഒക്കെ ചിരിക്കുന്നത്, ഒരു ആവശ്യമില്ലാത്ത ചിരിയൊക്കെ എല്ലാവരും. ഭയങ്കര ബസ്സിന് പോണത്. അപ്പൊ അതില് ഫീമെയിലിന്റെ 2 ഫീമെയിലിന്റെ 2-3 ഫീമെയിൽ, അതിലൊരു ഫീമെയിലിന്റെ അച്ഛൻ അന്ന് ഗൾഫിൽ നിന്ന് രാവിലെ വന്നിട്ടുള്ളൂ. പുള്ളി വന്ന് ഷർട്ട് പോലും മാറ്റാണ്ട് വന്നേക്കാണ്. മോളുടെ പരിപാടി വേണ്ടി ആ പുള്ളി ഉണ്ട്. അങ്ങനെ പോകാണ്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഈ അമ്പലത്തിന്റെ അടുത്തേക്കും ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ട് കൃത്യം. അപ്പൊ നമ്മൾ യുവ ബാൻഡായിട്ട് ചെല്ലണം. കൃത്യം 9 മണിക്ക് മനോജ് ഗിന്നസ് നയിക്കുന്ന മെഗാ ഷോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മാനേജറിന്റെ അടുത്ത് ചോദിച്ചു, അയ്യ നമ്മുടെ മെഗാ ഷോ അല്ലല്ലോ, നമ്മുടെ ബാൻഡല്ലേ, ഗാനമേളല്ലേ, അതേലോ എഗ്രിമെന്റിൽ അങ്ങനെയുള്ള പിന്നെന്താണോ പോകുന്നപ്പോൾ അങ്ങനെ ഞങ്ങളോട് ചെല്ലാണ്. ചെന്ന് ഇപ്പോൾ വലിയ അമ്പലമാണ്. ചെന്ന് കമ്മിറ്റിക്കാരെ 3 പേര് കൂടി നേർച്ച നടത്തണം അമ്പലത്തിലേക്ക് ഈ പരിപാടി, ഈ പ്രോഗ്രാം. അപ്പൊ അതിൽ 2 പേരെ കണ്ടിട്ട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ അനൗൺസ് ചെയ്യണ്ടല്ലോ മനോജ് ഗിന്നസിന്റെ. ഞാൻ പറഞ്ഞു മനോജ് ഗിന്നസിന്റെ പരിപാടി അല്ലേ? പറഞ്ഞല്ല ഇത് യുവ ബാൻഡിന് അല്ല. ഇപ്പൊ മിമിക്രി ഇല്ലേ? ഇല്ല, ഗാനമേള മാത്രമേ ഉള്ളൂ. ആണോ? ഓക്കെ. അല്ല
പരിപാടി നടക്കട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരാളും കൂടി വന്ന് 3 പേരിൽ 2 പേരെ ഉള്ളൂ, ഒരാൾ പുറത്തെങ്ങാണ്ട് പോയേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഡാൻസ് ഉണ്ടോന്ന് ചോദിച്ചു. ഡാൻസും ഇല്ല. അപ്പൊ ഇപ്പൊ എന്താ ഓർക്കസ്ട്ര ഗാനം വേണം. ഓക്കെ ആ ശരി, അത് കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ട് ഇട്ട് നോക്കിയിട്ട് ഇതെന്താണ് ഇങ്ങനെ അവിടെ നോട്ടീസിലൊക്കെ മനോജിന്റെ എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ മാനേജറുണ്ട്, മാനേജർ സുധീർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ തുടങ്ങിയാണ് പരിപാടി തുടങ്ങി. ഒരു 4-5 പാട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരും നല്ല കിടുക്കൻ ഉള്ള ബാൻഡ്, നല്ല സിംഗേഴ്സ്, നല്ല ഓർക്കസ്ട്ര, നല്ല ടീമാണ്. പരിപാടി ഉഗ്രമായിട്ട് പോയിട്ടിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ പുറത്തിരുന്നപ്പോ അതില് ഫഹദ് എന്ന് പറഞ്ഞ സിംഗർ ഉണ്ട്. അവനിങ്ങനെ കോട്ടൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കാതെ ഞാൻ പുറത്തിങ്ങനെ സ്റ്റേജിന്റെ പുറത്തിങ്ങനെ, മറ്റേ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അവിടെ ഉള്ള സ്റ്റേജാണ്, നിലവിലുള്ള പണിഞ്ഞിട്ട സ്റ്റാൻഡ്. ഒരു പുള്ളിയുടെ അടുത്ത് വെച്ചിട്ട് ഇതായിരിക്കണോ മനോജിന്റെ ഞാൻ നോക്കി ഫഹദ് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, അത് ഫഹദാണ്. ഫഹദാ അതാരാന്ന്? ഇപ്പൊ മനോജിന്റെ സാറാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു മനോജിന്റെ ഇല്ലല്ല, ഇത് യുവ ബാൻഡ് അല്ലേ. ഓക്കെ, നിങ്ങളുടെ മാനേജർ എവിടെ ചോദിക്കും. എവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. മാനേജർ എന്താട്ടാ വന്നേ. അപ്പൊ സ്റ്റേജില് നമ്മുടെ സിംഗർ പ്രസിദ്ധ മറ്റേ പ്രമദവനം പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവനെ പുള്ളി ചേട്ടൻ ഇങ്ങനെ ബാക്കോട്ട് വിളിച്ചോണ്ട് പോകുന്നു. സ്റ്റേജിൽ മറ്റേ ഇന്നിതാ എന്ന് പറയുമ്പോ ഫസ്റ്റ് അടി മുതക്ക മാനേജറിന്റെ നീയൊക്കെ കൂടി പറ്റിക്കാൻ വേണ്ടി കണ്ണകാശം എന്ന് പറഞ്ഞിട്ട് ഗാനമേള കുറെ പിള്ളേരെ കൊണ്ടിട്ട് അതേക്കണത് ചോദിക്കാനു. പരിപാടി നടത്താൻ കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചിട്ടാന്ന് പറയാം. അപ്പൊ നമ്മള് അത്ര നേരം നിന്ന് സംഭവങ്ങൾ മാറിയിട്ട് എല്ലാവരും നിന്ന് ആകെ പേടിച്ചപ്പോ ഈ പരിപാടി ബുക്ക് ചെയ്ത ഏജൻസി വഴിയാണല്ലോ, അവര് പറഞ്ഞ് മെഗാ ഷോയാണ് വരുന്നത്, ഡാൻസ് ഉണ്ടാവും, മിമിക്രി ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ബാൻഡാണെന്ന് പറഞ്ഞിട്ട് ഈ ഏജന്റിനെ വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കുള്ള. മനോജിനെ സംബന്ധിച്ച് മനോഹേട്ടൻ പാലക്കാടൻ കണ്ട് പരിപാടിയിൽ ആകെ പ്രശ്നം. പരിപാടി എടുത്താൻ പറഞ്ഞു. ഭാഗ്യത്തിന് പരിപാടി നല്ല പരിപാടിയായിരുന്നു. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞപ്പോ തന്നെ മാനേജർ ഞങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളെങ്ങനെ മാറിക്കാൻ പറയും. അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റർ ഉണ്ട്. ഈ പോസ്റ്ററിൽ ഈ ബാൻഡ് ആയതുകൊണ്ട് എല്ലാവരും പല കോലത്തിലാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാധനങ്ങളാണ്. ചേട്ടൻ പോസ്റ്റർ ഈ ഉമ്മാരൊക്കെ വന്നിട്ടുണ്ടോ നോക്കണം. ഞങ്ങൾ തന്നെയാണ് ഇത്, ഈ ഉമ്മാരൊക്കെ ഉണ്ടോ നോക്കിയാണ്. അപ്പൊ വേഗം അതിൽ ഒപ്പരുത് ചേട്ടാ ഇത് ഞാൻ, ഇത് ഇവർ. അപ്പൊ ഈ ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്യാമപ്രസാദ് അല്ല, നമ്മുടെ ശ്യാമപ്രസാദ് മുടി ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് കമ്മലൊക്കെ ഇട്ടിക്കണേ. അവിടെ വന്നേക്കണ് ഇതിങ്ങനെ ചന്ദനം തൊട്ട് സിൽക്കിന്റെ ഷർട്ടൊക്കെ ഇട്ടാ നിൽക്കണത്. ഇങ്ങനെയൊക്കെയാണ്. ഇത് ഇവനാ നിങ്ങളൊക്കെ ഇട്ട് മാറിയില്ലേ. മാനേജർ വിളിക്കാൻ പറഞ്ഞു. മാനേജർ ഇങ്ങനെ ഭയങ്കര പേടിച്ചിട്ട് ഭയങ്കര വിഷയമായി. അപ്പൊ ഇങ്ങനെ നമ്മുടെ പരിപാടി നല്ലതായതുകൊണ്ട് നമ്മുടെ ഈ ഇതൊക്കെ കണ്ടുകൊണ്ടും നാട്ടുകാർ 2 തട്ടായി. ഒരു സൈഡ് നമ്മുടെ ഒപ്പായി. കാരണം അവരറിയണ ഇങ്ങനെ എഗ്രിമെന്റിൽ നമ്മുടെ എഗ്രിമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തിനു പറയണ്, പോലീസൊക്കെ വന്നു. ഈ ഏറ്റവും രസം ഈ ഫീമെയിലിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് പുള്ളി ചെയ്തൊക്കെ അയച്ചു. പുള്ളി നടപടിയില്ലാന്ന് പുള്ളി അതൊക്കെ അയച്ച് പിന്നെ നടപടിയില്ല. അത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒറ്റക്ക് പോരാൻ പറ്റില്ല. അടൂര് വണ്ടി ബസ്സിനല്ല വന്നേക്കണേ, എല്ലാവരും വലിയ ബസ്സിനാണല്ലോ വന്നേക്കണേ. അങ്ങനെ ആകെ പെൺകുട്ടികളൊക്കെ കരച്ചില്. അത് മാത്രമല്ല ഫുഡൊന്നും ഞങ്ങൾക്കൊന്നും ഇവര് തന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് അവസാനമായിട്ട് അന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സീനുണ്ട്. പോണ വഴിക്കൊക്കെ കമന്റടിയും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് കുറെ ക്യാഷൊക്കെ കുറച്ചവര്. പക്ഷെ പിന്നീട് അത് കേസൊക്കെ കൊടുത്ത് ഏജന്റ് അങ്ങനെ അത് അതിന്റെ കോമ്പൻസേഷനൊക്കെ ആയിട്ട് കയറി. പക്ഷെ അതൊരു വലിയ അതായത് അങ്ങോട്ട് പോയപ്പോൾ ചിരി, ആവശ്യമില്ലാത്ത കുറെ ചിരി ഉണ്ടായിരുന്നില്ല. അത് ഇങ്ങോട്ട് പോന്നപ്പോ അങ്ങോട്ട് മാറി കിട്ടിയ ഇങ്ങോട്ട് വന്നിട്ടില്ല. മരിച്ച വീട് വരെ എല്ലാവരും ആകെ ടെൻഷൻ. ബാൻഡിന്റെ ആദ്യത്തെ ഷോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കൂല. അതിന്റെ ഇടയ്ക്ക് വേറെ രസമുണ്ടാ. എനിക്കിപ്പോ ഞാനിങ്ങനെ ട്രൂപ്പുകൾ അങ്ങനെ പോകാത്തോണ്ട് ഞാൻ പേടിച്ചിരിക്കും. ഇവിടെ എന്താന്ന് പറയുമ്പോ തന്നെ ഫഹദ് പറഞ്ഞ ഇവിടെ വിടൂടാ, കെട്ടിയൊന്നും ഇടൂല, ഇപ്പൊ തന്നെ വിടും. അതൊക്കെ ഇവര് കാശ് കാണിക്കണല്ലേ. ഇതൊക്കെ എത്ര കണ്ട് അവന്മാര് കുറച്ചേരൊക്കെ ഷോ ആണെങ്കിൽ ഇപ്പൊ തന്നെ വിടും. എന്റെ ചിന്ത എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് ഇരുത്തി രാവിലെ ധ്യാനികളൊക്കെ വന്നിട്ടാളത്തുള്ളൂ. നിനക്ക് എന്ത് ഇപ്പൊ തന്നെ വിടുന്നത് എന്നൊക്കെ പറയും. ഈ ട്രൂപ്പുകളിൽ പോയതിന്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ അറിയാം, ഇപ്പൊ പരിപാടി നല്ലതാണെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് പോരാലോ. ആ പരിപാടി നല്ലതും കൂടി ആയതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചീറ്റിങ്. അവരും പറഞ്ഞ ചീറ്റിംഗ് ആണല്ലോ. അവര് ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ മെഗാ ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നത് ബാൻഡായിട്ടാണ് ചെല്ലണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നവരാണ്. പിന്നെ ഇന്നൊരു അങ്ങനത്തെ ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ പോകും.